അയ്യോ ഓട്ടപ്പാച്ചിൽ ഇന്നിപ്പോൾ ഡിസ്ചാർജ് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗൾഫിലേക്ക് അതേ അവസ്ഥയും നമ്മളുടെ നാടും എന്നുള്ളതാണ് ഗോഡ്സ് ഓൺ കൺട്രിയൊക്കെ ഇപ്പം പറഞ്ഞാൽ ഹീറ്റ് ഓൺ കൺട്രി എന്നുള്ള ലെവലായി എന്നുള്ളതാണ്. എന്ത് ചൂടാ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തല ഇങ്ങനെ വിയർത്ത് കുളിക്കുക, അതിനനുസരിച്ച് തലനീരും. ഇവിടെ തൊട്ടപ്പുറത്തെ റൂമിൽ പുള്ളിക്കാരിക്ക് ഇത് കുഞ്ഞിനെയും കൊണ്ട് വന്നതാ. പക്ഷെ കുഞ്ഞിന് വയ്യാത്തത് കാരണം അവരുടെ AC റൂം എടുക്കാൻ പറ്റും. അവിടെ എന്നിട്ട് തല വിയർത്തിട്ട് കഫക്കെട്ടായി. കൂട്ടിരിക്കാൻ വന്ന കുഞ്ഞിന്റെ അമ്മയുടെ അമ്മയ്ക്കും അങ്ങനെ. ഇന്ന് പാരഗണിയിൽ നിന്ന് ഒരു ഫിഷ് കറി മീൽസ് വാങ്ങി. പൊന്നോൻ ഇന്നിപ്പോ ലാസ്റ്റത്തെ ദിവസമല്ലേ, നമ്മളെ ഹോസ്പിറ്റൽ ടൂറിന്റെ ലാസ്റ്റത്തെ ദിവസമായത് കാരണം അയ്യോ ഭയ എനിക്ക് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. ഒരു 1:30 മണിയൊക്കെ ഇപ്പൊ കണ്ണടച്ച് 3 മണിക്കൊക്കെ ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അലാറം വെച്ച് എണീച്ചു. പിന്നെ അതിന് ശേഷം ഉറക്കവും നമ്മുടെ സാധനം കിട്ടിയിട്ടില്ല, ഒരു തരത്തിൽ ഉറക്കം കിട്ടിയില്ല. നാട്ടിലോട്ടാ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ നിന്ന് എപ്പോ പോകുന്നുള്ളത് നോക്കട്ടെ. ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് റിജക്ഷൻ വന്നു. ഒരു പക്ഷേ അവർക്ക് ആകെ ഉള്ളൊരു PCOS ആണ്, വേറെ ഒരു സംഭവം ഇല്ല, ഹോർമോൺ ഇംബാലൻസ് ആണ്. അത് മൈനറായിട്ടുള്ള ഇത്രയും ചെറിയ കുട്ടിക്ക് എല്ലാ വർഷവും ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നതാണ്. ഇതുവരെ അങ്ങനത്തെ യാതൊരു പ്രോബ്ലം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കഫക്കെട്ട് വരിക എന്നുള്ളതല്ലാതെ. പിന്നെ അന്ന് ആ മൂക്ക് ഗ്രൗണ്ടിൽ വീണ് പൊട്ടി 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഒരു സർജറി ചെയ്തതാണ്. അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇതുവരെ വേറെ ഒന്നും ഇല്ല. കാരണം കുഞ്ഞിലെ ലോ ബർത്ത് വെയിറ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ അല്ലാതെ. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിജക്ഷൻ വന്നിട്ട് അവർ പറഞ്ഞ കാരണം HDFC എർഗോയാണ്. ഇത് മുൻപേ ഉണ്ടായിരിക്കണം എന്ന്. ഞാൻ വണ്ടി ഹുണ്ടായി ക്രെറ്റ ഞാൻ എടുത്ത സമയത്ത് അതിൻ്റെ കൂടെ എടുത്തതാണ് ഈ HDFC എർഗോൻ്റെ. ഇതിലാണ് ഞാൻ EMI ഇട്ടിരിക്കുന്നത്. ഞാൻ വണ്ടിയുടെ ലോൺ ഇട്ടിരിക്കുന്നത് HDFCയിലാണ്. അങ്ങനെയാണ് ഈ ഇൻഷുറൻസ് എടുത്തത്. എല്ലാവരെയും പോലെ ഹെൽത്ത് ഇൻഷുറൻസുകാരുടെ സ്ഥിരം നമ്പറാണ് ഇത് റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് അപ്പം പ്രീ ക്യാഷ്ലെസ് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഇത് കൊടുക്കാൻ. ഓൾറെഡി ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യവും ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നും കൂടി ആണ് നമ്മളുടെ ഹോസ്പിറ്റൽ വാസം. അത് കഴിഞ്ഞാൽ 4-ാം തീയതി കല്യാണമാണ്. അപ്പോൾ അത് കാരണം ശരി മോൾക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബ്ലഡ് റിസൾട്ടും ഇതും സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ കിട്ടി. ഹോർമോൺ ഇംബാലൻസ് അതിന് മെയിനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ സാധനം അവൾ കാരണം വീട്ടിലെ ഫുഡ് അല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ച് കൊടുക്കാറുമില്ല, കഴിക്കാറുമില്ല. അവർ പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും ഇല്ല, അവൾ ഷുഗർ കട്ടാണ്. അങ്ങനെ പിന്നെ ഹെൽത്തി അല്ലാത്തൊരു ഫുഡ് അവൾ കഴിക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനെ അതിൽ ഇതില്ല. പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് എക്സാമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കുക, എന്നിട്ട് രാവിലെ 4 മണിക്ക് എണീച്ചിരുന്ന് പഠിക്കുക. അങ്ങനെ കുറച്ച് ഉറക്കത്തിൻ്റെ കുറച്ച് വിഷയം വന്നു. മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ സത്യത്തിൽ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയാണ്. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വരണത് തന്നെ എത്ര മണിക്കായിരുന്നു? ഏകദേശം 9 മണിയൊക്കെ അവൾക്ക്. കാരണം എക്സ്ട്രാ അവർ സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെക്കാറുണ്ടായിരുന്നു. AG പബ്ലിക് സ്കൂളിൽ അവൾ പഠിച്ചത്. അപ്പം അവർ വൈകുന്നേരം 5 മണിക്ക് ശേഷം 8 മണി വരെ എക്സ്ട്രാ ക്ലാസ് വയ്ക്കും, രാവിലെ 6 മണി തൊട്ട് ക്ലാസ് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ വേറെ ട്യൂഷനൊന്നും പോയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ മലയാളത്തിൻ്റെ വിഷയം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടെൻഷനാണ്. അവൾക്ക് മാത്രമല്ല എനിക്കും ടീച്ചേഴ്സിനും പിന്നെ നമ്മളുടെ പ്രിൻസിപ്പലിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ എല്ലാവരുടെയും കൂടെ ടെൻഷൻ ഒരുമിച്ച് അവൾക്കും ഉണ്ടായിരുന്നു. ആ സ്ട്രെസ്സിൻ്റെതാണ് ഇപ്പോൾ ഈ വന്ന ബുദ്ധിമുട്ട് വന്നത്, ഇപ്പോൾ ഹോർമോൺ ഇംബാലൻസ് വന്നത്. കാരണം നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മളെ എത്രത്തോളം ബോഡിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ വന്നൊരു സംഭവം തന്നെ. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നതാണ് ഞാൻ എടുക്കുന്ന ടെൻഷനുകൾക്ക് എത്രത്തോളം എൻ്റെ ബോഡിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മെൻ്റലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. അപ്പോൾ അത് തന്നെയാണ് അവൾക്ക് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച ഫുഡ് വലിയ ഇതാവില്ല എന്ന് വിചാരിച്ചു. ആദ്യത്തെ 2 ദിവസം സ്വിഗ്ഗിയിൽ നിന്ന് സൊമാറ്റോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ അത് അവൾക്കും വേണ്ട, എനിക്കും വേണ്ട, തീരെ 2 പേർക്കും പറ്റുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി വന്നു. അതും പോസിബിൾ ആവണില്ല. എവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയിട്ട് വരിക എന്ന് പറയുന്നത് അതും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും. പിന്നെ എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എൻ്റെ ഉറക്കമില്ലായ്മയാണ്. അപ്പോൾ അത് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഡള്ളാണെന്നും എത്രത്തോളം ഇതാണെന്നുള്ളതൊക്കെ. ഇപ്പം തന്നെ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നു. ഇപ്പം PROൻ്റെ ആണെങ്കിലും അതുപോലെ ഫാർമസിയിലാണെങ്കിലും ഇപ്പം ക്യാൻറ്റീനിലാണെങ്കിലും ഒക്കെ. പക്ഷെ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് വാങ്ങിക്കാൻ തുടങ്ങിയ ശേഷം വളരെ കുറഞ്ഞ പൈസ ഹോംലി നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റിലാണ് ഫുഡ്. നല്ല ഫുഡാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ശരിക്കും എനിക്ക് മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്നോട് ഇപ്പോൾ പലരും പറഞ്ഞിരുന്നു കുറച്ചുകൂടെ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഞാൻ ലേക്ക് ഷോറിൽ വർഷങ്ങളോളം ലേക്ക് ഷോറിൽ ഇടിക്കുള്ള ENT പ്രോബ്ലം മാത്രമേ നമുക്കുള്ളൂ. പോയതാണ്, സൺറൈസിലും ഇതാക്കിയതാണ്. പക്ഷേ എന്തുകൊണ്ട് നോക്കുമ്പോഴും
ഈ പത്രാസ് കുറവ് എന്ന് വിചാരിച്ചു നമ്മളിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ എല്ലാം കൊണ്ട് കേട്ടോ, ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും അതല്ല ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിലും ക്യാൻറ്റീൻ ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ. ഞാൻ ഇന്നിപ്പോൾ കഞ്ഞി മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എനിക്കൊന്ന് ചോറ് വേണമെന്ന് വിചാരിച്ചു, അത് കാരണം പുറത്തുനിന്ന് ചോറ് വാങ്ങിയെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അതും ഇവിടെ നിന്ന് തന്നെ വാങ്ങി. എന്നിട്ട് ഞാൻ 2 ചപ്പാത്തി, ഒരു ചോറേ വാങ്ങിയുള്ളൂ. നമുക്ക് ഒരു ചോറ് തന്നെ ഞാനും അവളും കഴിച്ചാലും ബാക്കി വരും. അപ്പോൾ വേസ്റ്റ് ആക്കേണ്ട വെച്ചിട്ട് ഒരു ചോറേ വാങ്ങിയുള്ളൂ. ഇവിടെ മേടിക്കുന്ന എല്ലാം വേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ വൈകുന്നേരമെങ്കിലും നമുക്കത് ചൂടാക്കിയിട്ടോ വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 2 ചപ്പാത്തി എക്സ്ട്രാ വാങ്ങിയതേ ഉള്ളൂ. നല്ല ട്രീറ്റ്മെന്റ് ആട്ടോ, നല്ല ട്രീറ്റ്മെന്റാണ്. ആവശ്യത്തിനുള്ള ടാബ്ലറ്റ്സ്, ആവശ്യത്തിനുള്ള ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ സ്കാനിങ് ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ അത്രയും ഇതാണെങ്കിൽ മാത്രമാണ് അവർ ചെയ്യിക്കുന്നത്. പുറത്തുള്ളതിനെക്കാട്ടി പകുതി പൈസയാണുള്ളത്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും എങ്ങനെയെന്ന് അറിയത്തില്ല. നല്ല ട്രീറ്റ്മെന്റും നല്ല സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. കംപ്ലീറ്റ് സാധനം ഇങ്ങടുത്ത് പോകുന്നു എന്നുള്ളതാണ്. മുഴുവൻ സാധനങ്ങളും ഇവിടെ ഇനിയിപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഹോസ്പിറ്റലാണോ അതോ ഞാൻ എടുത്തു തരാം മനു, ഞാൻ എടുത്തു തരാം. ടേബിൾ ഒഴിക്കാൻ വയ്യ, അതിൽ മുഴുവൻ സാധനങ്ങളാണ്. അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗ്ലാസ് ഉൾപ്പെടെ ഫ്രീജുമല്ലയ്യ, പാരഗണിന്ന് എപ്പം മേടിച്ചു കഴിഞ്ഞാലും ഇതാണ്. ഇവർക്ക് ഈ എന്നാൽ ഒരു 100 അല്ലെങ്കിൽ തന്നെ 100-500 രൂപ മേടിച്ചിട്ട് ഇവർ വെക്കുന്ന റൈസ് കണ്ടോ, ഇത്രയും കുറവ് റൈസാണ് ഇവർ വെക്കുന്നത്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും കഴിക്കാൻ തികയില്ല, അത്ര കുറച്ച് റൈസാണ് വെക്കുന്നത്. ഇതെങ്ങനെയാണ് കഴിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ ഊണില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഊണ് വാങ്ങിയാൽ മതിയായിരുന്നു, മീൽസ് വാങ്ങിയാൽ മതിയായിരുന്നു. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും കഴിക്കാനുള്ള നല്ല ഹൈജീനിക്കാണ്, നല്ല എന്താ പറയുക, ഹോംലി ഫീലാണ്. ഇതാണ് കറി കേട്ടോ, നല്ല വലിയ മീനും ഇതൊക്കെയാണ് കറി. പക്ഷേ എപ്പോൾ മേടിച്ചാലും ഇതുപോലെ തന്നെയാണ്. ചോറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ, ഈ ഇത്രയല്ലാതെ ഒരു എന്താ പറയുക, ഒരു പിടി ചോറ് പോലും ഉണ്ടാവൂല എന്നുള്ളതാണ്. കറിയൊക്കെ അടിപൊളിയാണ്, കറിയൊക്കെ ലാവിഷാണ്. ഇതാ അടുത്ത കറി ഇരിക്കുന്നുണ്ട്, ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ചോറ് ഇതാ ഇത്രയും ഭയങ്കര കുറവായിരിക്കും തരണത്. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും കഴിക്കാൻ ഉണ്ടാവാത്ത തരത്തിൽ. ഇപ്പം ആണുങ്ങൾ ആരെങ്കിലും കഴിക്കണമെങ്കിൽ ഇതുപോലത്തെ 3 ഉണ്ടെങ്കിലും അവർക്ക് തികയൊന്നും തോന്നുന്നില്ല. ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി. ഇത് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചതാ പറയണമെന്ന് വിചാരിച്ചതാ. ഇതാണ് പാരഗണിലെ പൊതിച്ചോറിൻ്റെ അവസ്ഥ. ഇത്രയും അല്ല, അത് ഇത്രയും നല്ല, ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ഉള്ളതിനെക്കാട്ടി പൈസ എടുക്കുന്നുണ്ട്. അതാ അത്രയും നമുക്കിപ്പോൾ വീട്ടിലെന്താണോ എനിക്കൊരു അജിനോമോട്ടോ ഒന്നും ഇടാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ടേസ്റ്റും ഈ ഒരു ഇതും കിട്ടുന്നത്. ഇത് കണ്ടോ, എനിക്കാണെങ്കിൽ വയറുവേദന കാരണം നിൽക്കാനും ഇരിക്കാനും വയ്യ, ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഡിസ്ചാർജ് സമ്മറിയുമായി ബില്ലും പേ ചെയ്തു. അപ്പോഴാണ് ഇവിടെ ഒരു സാധനം കണ്ടത്. വനിതകൾക്കായിട്ട് സൗജന്യ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെതാണ്. ഒരു മെഡിക്കൽ ക്യാമ്പാണ് കേട്ടോ. മെയ്യിൽ 2-3 ശനി ഞായറുകളില്ല. അപ്പം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ഈ കാക്കനാടോ ഈ പരിസരത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് ഇതാക്കിക്കോളൂ. അതുപോലെ തന്നെ അമ്മയും കുഞ്ഞിൻ്റെയും കരുതൽ എന്നുള്ള രീതിയിൽ ഡെലിവറി പാക്കേജും ഒക്കെ ഉണ്ട്. ഡോക്ടർ അപർണ മാർത്തി എന്ന് പറയുന്ന എനിക്കാരിയാണ്. 5-6 ദിവസമായി ഉറങ്ങിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല. ഒന്ന് മയങ്ങുമ്പോഴത്തേക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണം. അല്ലെങ്കിൽ ഇവരാരെങ്കിലും വരുന്ന നഴ്സുമാരാരെങ്കിലും വരണത്, പിന്നെ അങ്ങോട്ട് ഉറക്കം കിട്ടേയില്ല. മയങ്ങി വീഴണം. അയ്യോ, ഇപ്പോൾ വീണ് പോവാം. എങ്ങനെയാ ഞാനിനിയിപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. കണ്ണൊക്കെ നിന്ന് കെറുങ്ങുക. പുറത്തുള്ള ചൂടും കൂടെ അടിക്കുമ്പോഴത്തേക്കും കരിഞ്ഞങ്ങ് വീണ് പോവാൻ എൻ്റെ എനർജി മുഴുവൻ പോയി. വീട്ടിൽ പോയിട്ട് വേണം ഇനി കുറച്ച് ദിവസം 2-3 ദിവസമെങ്കിലും ഒന്ന് കിടന്നുറങ്ങേ. അവിടെ പോകുമ്പോൾ ഒടുക്കലത്തെ ചൂട് പോയിരിക്കും. അവിടെ ആരുമില്ലേ? ചെയ്തു കേട്ടോ, ബില്ല് പേയ്മെന്റ് ചെയ്ത്. ആ ഇവിടുത്തെ ആളല്ലേ പൊന്നോ? പോണ്ടേ? പോണ്ടേ? രാത്രി ഉറക്കം തീരെ വരൂലല്ലേ? ബില്ലടച്ച്
വാ പാക്ക് ചെയ്യണ്ടേ, എണീക്കണ്ടേ, കുളിക്കണ്ടേ? അതിന് വീട്ടിൽ പോയി കുളിക്കണേ ഉള്ള? അയ്യോ കയ്യിൽ നീ സാധനം എടുത്തില്ലല്ലോ. ഇനി പഴയ ബില്ലും കൂടെ കൊണ്ടു കൊടുത്തിട്ട് വരാം. ക്ലെയിം കിട്ടിയില്ല. ഇനിയിപ്പോൾ പഴയ ബില്ലും കൂടെ കൊടുത്ത് ഡോക്ടറെ സൈൻ വാങ്ങിച്ചിട്ട് അവർ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ബില്ല് നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. ക്ലെയിം ഇനി എപ്പോഴാണ് കിട്ടണമെന്ന് അറിയില്ല. ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇങ്ങനെയാണ്, എടുത്താൽ മൂഞ്ചും. അത് നോക്കി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല. ഇതിന് ഇത്രയും നാൾ വരെ അങ്ങനെ ഇൻഷുറൻസിനൊന്നും ആശ്രയിക്കാതെ തന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമ്മൾ ഇൻഷുറൻസ് എടുക്കാതിരിക്കണത്. വേദന ഉണ്ടായിരുന്ന? വേദനയില്ലായിരുന്ന? അറിഞ്ഞില്ലേ? അപ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഇത്രയും ദിവസം ഇതുകൂടെ വെച്ചിട്ട്. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഭയങ്കര ആ മരുന്ന് കയറുമ്പോൾ നല്ല വേദനയായിരുന്നു. കുളിക്കാന്ന കരയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയ രീതിയിൽ. എത്ര ധൈര്യം പിടിച്ചിരുന്നാലും അറിയാതെ വിളിച്ചു പോവും. വാ തുറന്ന് കരയാൻ പറയൂ. ഇപ്പൊ മറ്റേ ഇതിന്റെ 15 വയസ്സിന്റെ ഇതുണ്ടായിരുന്നല്ലോ, അതിപ്പോ എടുക്കാൻ പോയപ്പോഴും അവള് കരഞ്ഞില്ല. അവിടെ എല്ലാം കരഞ്ഞ് വിളിച്ച് പൊടിച്ചൊക്കെ ഇന്നപ്പോ അവള് കരഞ്ഞില്ല.